സർക്കാർ യജമാനൻ തരീക്കത്തുകാരൻ്റെ മറ്റൊരു കള്ളപ്രചരണമാണ് തഹ്ദീബുൽ ആസാർ പോലുള്ള ഇബ്നു ജരീർ ത്വബരി അവരുടെ കിതാബിലും മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെ മസ്റൂഖ് എന്നവരെ തൊട്ട് മുആവിയ റളിയല്ലാഹു അൻഹു ബിംബ കച്ചവടം നടത്തിയിരുന്നു എന്നും ബിംബങ്ങളെ കൊണ്ട് കളിച്ചിരുന്നു എന്നും ഇങ്ങനെ ഷിയാക്കൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളവാദങ്ങൾ, അത്തരം വിഷയങ്ങൾ അതൊരു അജബ് എന്നുള്ള നിലയിൽ ആൽമഷ് എന്നവർ അബൂവായിലിനെ തൊട്ട് അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതവർ ഉദ്ധരിച്ചത് അത് സ്വഹാബത്തിൻ്റെ പേരിൽ ഇവരെന്ത് കള്ളക്കഥകളും കെട്ടിച്ചമച്ചുണ്ടാക്കും എന്നുള്ളൊരു അജബിന് വേണ്ടി അത് ഉദ്ധരിച്ചതാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ ബിൻ അയ്യാഷ് റളിയല്ലാഹു അൻഹു ആൽമഷ് എന്നവരെ തൊട്ട് അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു താരീഖുൽ ഔസത്തിൽ ആ വിഷയം പറയുന്നുമുണ്ട്. അന്നഹു ഖാല, ആൽമഷ് എന്നവർ പറഞ്ഞു, നസ്തഗ്ഫിറുല്ലാഹ മിൻ അശിയാ കുന്നാ നർവിഹ അലാ വജ്ഹി തഅജ്ജുബി, ഞങ്ങൾ തഅജ്ജുബ് അത്ഭുതം എന്നുള്ള നിലയിൽ ഉദ്ധരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത്തഖദുഹാ ദീന, ചിലരൊക്കെ അത് ദീനാണ് എന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നസ്തഗ്ഫിറുല്ലാഹ, അത്തരം കാര്യങ്ങളെ തൊട്ട് ഞങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുന്നു എന്ന് ആൽമഷ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് അബൂബക്കർ ബിൻ അയ്യാഷ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. താരീഖുൽ ഔസത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അത് എടുത്തുദ്ധരിക്കുന്നുമുണ്ട്. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആ കാര്യം ബഹുമാനപ്പെട്ട അബൂബക്കർ ബിൻ ഖല്ലാർ റളിയല്ലാഹു അൻഹു ഹിജ്റ 235 ജനിച്ച് 311 അഥവാ 1100 കൊല്ലം മുന്നേ ജീവിച്ച് വഫാത്തായിപ്പോയ ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ ബിൻ ഖല്ലാൽ തൻ്റെ പ്രസിദ്ധമായ കിതാബ് സുന്നയിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. കാലിൽ ഖല്ലാലു ഖാല മുഹന്ന എന്നവർ പറഞ്ഞു, സഅൽതു അഹ്മദ് ബിൻ ഹംബലിൻ, ഞാൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അൻ ഹദീസിൽ ആൽമഷി അൻ അബീ വായിലിൻ, ആൽമഷ് എന്നവർ അബൂവായിലിനെ തൊട്ട് ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, അന്ന മുആവിയത ലഅബ ബിൽ അസ്നാം, മുആവിയ റളിയല്ലാഹു അൻഹു അസ്നാമിനെ കൊണ്ട് കളിക്കാറുണ്ട്. അതുപോലെ തന്നെ മസ്റൂഖ് എന്നവരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട യുബാഉ എന്ന ലഫ്ലിൽ വന്ന വിൽക്കപ്പെടാറുണ്ട് അസ്നാമുകളെ എന്ന ലഫ്ലിൽ വന്നതിനെ സംബന്ധിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഫഖാല, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞു, മാ അഗ്ലള അഹ്ലുൽ കൂഫ, ഷിയാക്കളായ ഈ കൂഫക്കാരുടെ തൊലിയുടെ കട്ടി എത്രയാണ്, അല അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ ഇത്രമാത്രം കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കാൻ അവരുടെ തൊലിക്കട്ടി എത്രയുണ്ട്, വലിയ അത്ഭുതമുണ്ടല്ലോ അതിൽ എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഖല്ലാൽ എന്നവർ പറയുകയാണ്, വലം യുസഹ്ഹിഹ് അൽ ഹദീസ, ഈ ഹദീസിനെ അഹ്മദ് ബിൻ ഹംബൽ എന്നവർ സ്വഹിയാക്കിയിട്ടില്ല. വഖാല തകല്ലമ ബിഹി റജുലുൻ മിന ശിയ, ഷിയാക്കൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് അത് എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മറുപടി ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ ബിൻ ഖല്ലാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബ് സുന്നയിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി അതിൽ നമുക്ക് മനസ്സിലായി, ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബാക്കളിൽപ്പെട്ട ആൾ തന്നെയാണെന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് വ്യക്തമായിട്ട് തന്നെ മറ്റൊരിടത്ത് കാലൽ ഖല്ലാലു അഖ്ബർനി മുഹമ്മദ് ബിൻ അലിയിൻ അന്ന മുഹന്ന അൻ ഹദ്ദസഹും, മുഹന്ന എന്നവർ പറഞ്ഞു, കാല സഅൽതു അഹ്മദ് ബിൻ ഹംബലിൻ, ഞാൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, ഫഖാല ലഹു സുഹബത്തുൻ, അവർ സ്വഹാബിയാണ്, അവരിൽ നിന്ന് അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് സ്വഹാബിയാണെന്ന് ലക്ഷ്യം പിടിച്ചുകൊണ്ടാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അക്കാര്യങ്ങളൊക്കെ ഉദ്ധരിക്കപ്പെട്ടതൊക്കെ ഷിയാക്കളുടെ കുപ്രചരണങ്ങളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കിതാബ് സുന്നയുടെ 2-ാം വോള്യം 433 പേജിൽ അത് ഉദ്ധരിച്ചത് കാണാം. അതുപോലെ താരീഖുൽ ഔസത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 5-ാം വോള്യം 596 പേജിൽ ഇതേ വിഷയം ഉദ്ധരിച്ചത് കാണാം. അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ആൽമഷ് എന്നവരെ തൊട്ട് വന്ന ആ കാര്യങ്ങൾ ഹദീസ് മുഅല്ലല
ഫതിലാണ് എന്ന് താരീഖു സഗീറിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട അഹ്മദ് നംബൽ റളിയല്ലാഹു അൻഹു, മസ്റൂഖ് റളിയല്ലാഹു അൻഹു, ആമിഷ് റളിയല്ലാഹു അൻഹു, ഇസ്ഹാഖ് ബിൻ റാഹുവയ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിനെ മോശമാക്കി പറഞ്ഞവരാണെന്ന കള്ളപ്രചരണം ഈ സർക്കാർ ത്വരീഖത്തുകാർ നടത്തുന്നത് അങ്ങേയറ്റത്തെ കളവാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഹാഫിദുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ തംബീഹുൻ എന്നിട്ടുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ മോശമാക്കി പറഞ്ഞ കുറേ ഇമാമുമാരുടെ പേര് പറഞ്ഞിട്ട് അവരൊക്കെ മോശമാക്കി പറഞ്ഞിട്ടുണ്ട് എന്ന് തെറ്റായിട്ട് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹിബിൻ സബ എന്ന് പറയുന്ന യഹൂദിയായൊരു മനുഷ്യന്, അയാൾ യമനിലെ സൻആയിൽ നിന്ന് ബസ്രയിൽ വന്നു, പിന്നെ മദീനയിൽ വന്ന്, എന്നിട്ട് ചില കള്ളക്കഥകൾ, അദ്ദേഹം ജൂതനായിരുന്നു, മുസ്ലിമാണ് എന്ന് പുറമെ മുസ്ലിമായി നടിച്ചുകൊണ്ട് സ്വഹാബത്തിൻ്റെ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇസ്ലാമിനെതിരെ ആസൂത്രിതമായിട്ട് ചില കെട്ടുകഥകളൊക്കെ അദ്ദേഹം ഉണ്ടാക്കി. സ്വഹാബത്ത് അത് തിരിച്ചറിഞ്ഞു. അതിനെതിരെ സ്വഹാബത്ത് പ്രവർത്തിച്ചതും ചരിത്രങ്ങളിൽ കാണാം. അദ്ദേഹം ഉണ്ടാക്കിയ കെട്ടുകഥകളിൽപ്പെട്ടതാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇമാമത്തും, അതുപോലെ അലി റളിയല്ലാഹു അൻഹുവിന് തിരിച്ചു വരുമെന്നും റജിഅത്ത് എന്നുള്ള ഈ വാദങ്ങളൊക്കെ അദ്ദേഹം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. സ്വഹാബത്താരും അത് വിശ്വസിക്കുകയോ അലി റളിയല്ലാഹു അൻഹു തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. ഈ ടീം അവർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ ഓരോരുത്തരെ സംബന്ധിച്ചും കെട്ടിച്ചമച്ച കഥകൾ, മൗലൂആയ കഥകൾ ഉണ്ടാക്കും. അത് അഹ്മദ് നംബൽ റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇങ്ങനെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അതിന് അഹ്മദ് നംബൽ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് തന്നെ ശ്രദ്ധേയമാണ്. ഫത്തുൽ ബാരി അങ്ങനെ അത് കൊടുക്കുന്നത്. അതിൽ കാണാം, കാനലഹു കസീറൻ മിനൽ അഅദാഇ, അലി റളിയല്ലാഹു അൻഹുവിന് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനോട് സഹാബത്താരും ശത്രുത വെക്കൂല എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ ആ ശത്രുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹിബിൻ സബൈൻ്റെ ആളുകളാണ്. ഫഅമിദു ഇലാ റജുലിൻ അത് ആറബഹു ഫഅത്രൗഹു, അങ്ങനെ അവർ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ധാരാളം കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി ഫളിലുകൾ. എന്തിനു വേണ്ടി? കൈദം മിൻഹും ലി അലിയിൻ, അലി റളിയല്ലാഹു അൻഹുവിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി എന്ന് തന്നെ അഹ്മദ് നംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതിനെ സംബന്ധിച്ചാണ് ലാ അസ്ല ലഹു, അതിനൊന്നും അസിലില്ല. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മറ്റ് ഇമാമുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചതൊക്കെ ലാ അസ്ല ലഹു എന്ന് പറഞ്ഞു വന്നതൊക്കെ ഈ കെട്ടിച്ചമച്ച കഥകളെ പറ്റിയാണ്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ അവസാനം, ആ തൻബീഹിൻ്റെ അവസാനം ഹാഫിദുൽ അസ്ഖലാനി തന്നെ പറയുന്നുണ്ട്, ഫഅശാറ അഹ്മദു ബിഹാദ, അഹ്മദ് നംബൽ റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞ് ഇതുകൊണ്ട് സൂചിപ്പിച്ചു, ഇലാമ ഒന്നിലേക്ക് സൂചിപ്പിച്ചു, ഇഖ്തലഖൂഹു ലി മുആവിയത, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പറ്റി അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യങ്ങൾ. എന്തിനാൽ? മിനൽ ഫളാഇലി, ശ്രേഷ്ഠതകളാൽ, മിമ്മാ ലാ അസ്ല ലഹു, അതിനൊന്നും അസിലില്ല. അങ്ങനത്തെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതിനെ പറ്റിയാണ് ബഹുമാനപ്പെട്ട അഹ്മദ് നംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്നല്ലാതെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഫളിലില്ല എന്ന് അഹ്മദ് നംബൽ എന്നവരോ ഇസ്ഹാഖ് ബിൻ റാഹവയോ ആരും പറഞ്ഞിട്ടില്ല. അതിന് തെളിവാണ് ബഹുമാനപ്പെട്ട അഹ്മദ് നംബൽ റളിയല്ലാഹു അൻഹു ഖാല ലഹു സുഹ്ബത്തുൻ, മുആവിയ റളിയല്ലാഹു അൻഹു സുഹ്ബത്തുണ്ട്, അത് തന്നെ വലിയ ഫളിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, മാത്രമല്ല മസ്റൂഖിനെ തൊട്ടൊക്കെ ഉദ്ധരിച്ച, ആമിഷ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടൊക്കെ ഉദ്ധരിച്ച ബിംബവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു കൊടുത്ത്, മാ അഗ്ലദ അഹ്ലുൽ കൂഫത്തി അലാ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞ് നിശിതമായിട്ട് അത്തരം കാര്യങ്ങളെ തള്ളിക്കളയുകയും അത് ശരിയല്ല എന്ന് പറയുകയും ചെയ്തവരാണ് ബഹുമാനപ്പെട്ട അഹ്മദ് നംബൽ റളിയല്ലാഹു അൻഹു. അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വസ്തുത എന്നിരിക്കെ അതൊക്കെ
മറച്ചു വെച്ചുകൊണ്ട് ഫത്തുൽ ബാരിയിൽ തമ്പീഹുൻ എന്നിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഒരു ഫضലുമില്ല എന്ന് പച്ച നുണ എഴുതി വിട്ടിരിക്കുകയാണ് ഈ സർക്കാർ ത്വരീഖത്തിൻ്റെ ആളുകൾ. മറ്റൊരു കാര്യം കൂടി, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അതുപോലുള്ള ആളുകളൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞ് സഭ വഷളാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു പച്ച നുണ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥവും അതാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഉള്ള ഇല്ലാത്തത് പലതും കെട്ടിച്ചമച്ചിട്ട് ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവിടെ എടുത്തു പറയേണ്ടതില്ല എന്ന്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ മോശമാക്കേണ്ടതില്ല, മോശമാക്കിക്കൊണ്ട് സഭ വഷളാക്കരുത് എന്നാണ് അവിടെ പറഞ്ഞതിനർത്ഥം എന്ന് ഈ പറഞ്ഞ ഹാഫിദ് അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് തൗജീഹായിട്ട് അവിടെ ആ തംബീഹിൻ്റെ അവസാനം തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ നിലക്ക് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു അത് മുസ്ലിം ലോകത്തിൻ്റെ ഇജ്മാ ആണ്, അവിടെ സ്വഹാബിയാണ് എന്നും മാത്രമല്ല സ്വഹാബിമാരെ തായന് ചെയ്യലും അങ്ങേയറ്റത്തെ വൻകുറ്റമാണ് എന്നൊക്കെ മുസ്ലിം ലോകത്തിൻ്റെ ഇജ്മാ ആണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുമാർ ഏകകണ്ഠമായി പറഞ്ഞത് കാണാം. അവിടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഇത് നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട ഒരു കിതാബ്. ആ കിതാബ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റേതല്ല എന്ന് ധ്വനിപ്പിക്കുന്ന എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പച്ചക്കള്ളവും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനുണ്ട്, ബഹുമാനപ്പെട്ട അബൂബക്കർ ബാ അംർ അസ്-സൈഫി എന്ന് പറയുന്ന അവിടുത്തെ ശിഷ്യൻ തിൽമീദ്. അവർ തൻ്റെ ഉസ്താദിൻ്റെ മദ്ഹായിട്ട് നഫായിസുദ് ദുറർ ഫി തർജമത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞൊരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. ആ കിതാബിൽ തൻ്റെ ശിഷ്യൻ പറയുന്നുണ്ട്, ലഹു മുഅല്ലഫാനി, ഷെയ്ഖുനാക്ക് രണ്ട് കിതാബുകളുണ്ട്, ഫി മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞ്, അഹദുഹുമാ അബ്സത്തു മിനൽ ആഖിരി, ഒന്ന് മറ്റൊന്നിനേക്കാൾ വലിയ കിതാബാണ്, ഒന്ന് മുഖ്തസറും ഒന്ന് മബ്സൂത്തുമാണ്, വകിലാഹുമാ യുസമ്മ, രണ്ടിനും പേര് തത്ഹീറുൽ ലിസാൻ വൽ ജിനാൻ അനിൽ ഖുതൂരി വത്തഫവ്വുഹി ബിസൽബി മുആവിയ ബിൻ അബി സുഫിയാൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ തത്ഹീറുൽ ലിസാൻ വൽ ജിനാൻ എന്ന് പറയുന്ന കിതാബ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ എന്ന് തൻ്റെ അടുക്കൽ ഓതിപ്പടിച്ച തൻ്റെ ശിഷ്യൻ തന്നെ അവിടുത്തെ മദ്ഹ് എഴുതിയപ്പോൾ ആ നഫായിസുദ് ദുറർ എന്ന് പറയുന്ന കിതാബിൽ തന്നെ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നിഷേധിക്കാൻ വേണ്ടി വിഫല ശ്രമം ഈ സർക്കാർ ത്വരീഖത്തിൻ്റെ ആൾ നടത്തിയതായിട്ട് കാണാൻ സാധിച്ചു. എല്ലാം പച്ച കള്ളമാണ് എന്ന് ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.